അപ്പോൾ ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെയും അന്വേഷിക്കുകയില്ല. ഫൈദാ നൂഫിഖ ഫിസ്സൂരി ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ. അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്കിടയിൽ പിന്നെ രക്തബന്ധങ്ങളില്ല. വലാ യതസാഅലൂൻ, അവർ പരസ്പരം ചോദിക്കുകയുമില്ല. ആരെയും പരിചയമില്ലാത്ത അവസ്ഥയായിരിക്കും. യുബസ്സറൂനഹും, അവർ സുഹൃത്തുക്കളെ ചോദിക്കാത്തത്, അന്വേഷിക്കാത്തത് അവരെ അറിയാത്തത് കൊണ്ടോ അവരിവിടെ ഉണ്ട് എന്ന് അറിയാത്തത് കൊണ്ടൊന്നുമല്ല. ഇപ്പൊ മഹ്ശറിൽ കോടിക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളൊക്കെ ദൂരെയായിരിക്കും, അതുകൊണ്ടല്ല ചോദിക്കാത്തത്. നേമറിച്ച് യുബസ്സറൂനഹും, ഓരോരുത്തർക്കും അവനവന്റെ സുഹൃത്തുക്കൾ അല്ലാഹു കാണിച്ചു കൊടുക്കും. അതുപോലെ ബന്ധുക്കളെ കാണിച്ചു കൊടുക്കും. ദുനിയാവിൽ ബന്ധമുണ്ടായിരുന്ന ആളുകളെയൊക്കെ കൺമുന്നിൽ കാണും, എന്നാലും ചോദിക്കൂല. അവരെ കാണുമ്പോൾ എന്താ അവന്റെ മനസ്സിൽ ചിന്ത വരുന്നത്? യവദ്ദുൽ മുജ്രിമു, അന്ന് പാപിയായ മനുഷ്യൻ ആഗ്രഹിക്കും, ലൗ യഫ്തദി, പകരം കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഒരു ജാമ്യം, ഒരു പണയവസ്തുവായി കൊടുത്ത് രക്ഷപ്പെടുത്താൻ പറ്റിയിരുന്നെങ്കിൽ, മിൻ അദാബി യൗമി ഇദിൻ, അന്നേ ദിവസത്തെ അദാബിൽ നിന്ന്, ആ ശിക്ഷയിൽ നിന്ന് തന്റെ തടി കാക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ബിബനീഹി, മക്കളെ കൊടുത്തിട്ട്, സ്വന്തം മക്കളെ പകരം കൊടുത്തിട്ട് തന്റെ തടി കഴിച്ചിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പാപികൾ ആഗ്രഹിക്കും. ഇതിൽ നിന്ന് മനസ്സിലാക്കാം, പാപികളാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ മുഅ്മിനീങ്ങളായ ആളുകൾ അവരാഗ്രഹിക്കൂല. അവരവരുടെ മക്കളെ കുറിച്ച് ചിന്തിക്കും, അവരുടെ സുഹൃത്തുക്കളെ കുറിച്ച് ചിന്തിക്കും, സുഹൃത്തുക്കളെ അന്വേഷിക്കും എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ വേറെ ആയത്തുകളിൽ കാണാം. അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും, അല്ലെ, മുഅ്മിനീങ്ങളായ ആളുകളെ, അവരുടെ മക്കളെ അവരുമായി അല്ലാഹു തആല കൂട്ടിച്ചേർക്കും. അപ്പം കാഫിറായ ആൾ, ഇവിടെ മുജ്രിം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാഫിറാണ്. കാഫിറായ ആള് എന്ത് പറയും, എന്താഗ്രഹിക്കും? സ്വന്തം മക്കളെ ബലി കൊടുത്തിട്ട് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും. ദുനിയാവില് സ്വന്തം മക്കൾക്ക് വേണ്ടി സ്വന്തം ജീവൻ കളയുന്നവരാണ് മാതാപിതാക്കൾ. ആ മക്കളെ അവിടെ പകരം കൊടുത്ത് എന്നെ ഈ അദാബിൽ നിന്ന് രക്ഷിക്കുമോ എന്ന് മനുഷ്യൻ ചോദിക്കും. മക്കളെ ബലി കൊടുത്തിട്ടാണെങ്കിലും സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കും. വസാഹിബത്തിഹി, തൻ്റെ ഭാര്യ. അപ്പോൾ ഭാര്യയെ കുറിച്ച് സാഹിബത്ത് എന്നാണ് പറഞ്ഞത്. സാഹിബത്ത് എന്ന് ശരിക്കും അറബിയിൽ സുഹൃത്ത് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഭാര്യമാരോട് ഉണ്ടാവേണ്ട ബന്ധം, അത് ഇസ്ലാമിൽ നിയമങ്ങളുണ്ട്. പക്ഷേ നിയമത്തിൽപ്പെട്ടതാണ് ഭർത്താവിനെ അനുസരിക്കണം എന്നുള്ളത്. പക്ഷെ എന്നാലും ഭാര്യയോട് സ്നേഹത്തോടെ പെരുമാറുക, ഒരു സുഹൃത്തിനോട് എന്ന പോലെ പെരുമാറുക എന്നുള്ളത് അത് ഹുസ്നുൽ ഇസ്രയിൽപ്പെട്ടത്, നല്ല പെരുമാറ്റത്തിൽപ്പെട്ടതാണ്. വസാഹിബത്തിഹി വ അഖീഹി, അപ്പോൾ ഭാര്യയെ നരകത്തിലിട്ടാലും ഞാൻ രക്ഷപ്പെട്ടാൽ മതി എന്ന് വിചാരിക്കും. വ അഖീഹി, സ്വന്തം സഹോദരൻ. വ ഫസീലത്തിഹി, എൻ്റെ ഫസീലത്ത്. ഫസീലത്ത് എന്ന് പറഞ്ഞാൽ അടുത്ത കുടുംബത്തിനാണ് ഫസീലത്ത് എന്ന് പറയുക. കബീല കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ താഴെയുള്ളതാണ് ഫസീലത്ത്. ഒരു കബീല കുറെ ഫസീലകൾ കൂടിയതായിരിക്കും. അപ്പൊ ഏറ്റവും അടുത്ത കുടുംബക്കാർ അവരായിരിക്കും ദുനിയാവിൽ നമുക്ക് എന്ത് അപകടം ഉണ്ടായാലും രക്ഷിക്കാനും, അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും അവരെ ബലി കൊടുത്തിട്ടാണെങ്കിലും, അല്ലത്തി തുവീഹി, തനിക്ക് അഭയം നൽകിയിരുന്നവരായ കുടുംബക്കാർ, ദുനിയാവിൽ എന്ത് ആവശ്യം ഉണ്ടായാലും കൂടെ നിന്നിരുന്ന ആളുകൾ, അവരെയൊക്കെ ശിക്ഷിച്ചോ, എന്നെ രക്ഷപ്പെടുത്തിയാൽ മതി എന്ന് പറയും. വമൻ ഫിൽ അർളി ജമീഅൻ, ഭൂമിയിലുള്ള എല്ലാവരും, അല്ലെ ഈ കൂട്ടത്തിൽ ഈ മഹ്ശറിൽ നിൽക്കുന്ന എല്ലാവരും റബ്ബേ നീ ശിക്ഷിച്ചോ, എന്നെ മാത്രം വെറുതെ വിട്ടാൽ മതി എന്ന് പറയും. തുമ്മയുൻജി, ഇവരൊക്കെ ശിക്ഷിച്ചിട്ട് എന്നെ രക്ഷിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും. കല്ല, അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല. ശിക്ഷ അർഹിക്കുന്നവർക്ക് അത് ലഭിക്കുക തന്നെ ചെയ്യും എന്നർത്ഥം. അപ്പോൾ ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു ഗുണപാഠം എന്താണ്? നമ്മുടെ പരലോക ജീവിതം അപകടത്തിലാക്കുന്ന ബന്ധങ്ങൾ, അത് അത്ര ബുദ്ധിയല്ല. ബന്ധങ്ങളുടെ പേരിൽ മാതാപിതാക്കളെ പേടിച്ചിട്ട്, അല്ലെങ്കിൽ മക്കളെ പേടിച്ചിട്ട്, ഭാര്യയെ പേടിച്ചിട്ട്, ഭർത്താവിനെ പേടിച്ചിട്ടൊക്കെ മാസ്യത്തുകൾ ചെയ്യുന്നത്. ഇല്ല, ദുന്യവിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യാം, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാം. പക്ഷെ മാസ്യത്തുകൾ ചെയ്യുന്നത്, വ്യക്തമായ മാസ്യത്തുകൾ, അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളോ അല്ലെങ്കിൽ മക്രൂഹായിട്ടുള്ള കാര്യങ്ങളോ സുന്നത്തായിട്ടുള്ള കാര്യങ്ങളോ, അതിലൊക്കെ നമുക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യാം. പക്ഷേ ഹറാമായ കാര്യങ്ങൾ, വ്യക്തമായ ഹറാമായ കാര്യങ്ങൾ, അതിൽ ഒരു ബന്ധത്തിന്റെ പേരിലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ഇതായിരിക്കും സംഭവിക്കുന്നത്. ഈ വിട്ടുവീഴ്ച ആർക്ക് വേണ്ടിയാണ് ചെയ്തത്? അവനെ നീ നരകത്തിലിട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കരയുന്ന അവസ്ഥയുണ്ടാകും. അത് ഒരിക്കലും ഉണ്ടാകരുത്. അങ്ങനെ ചെയ്യുന്ന പല അവസ്ഥകളും നമ്മൾക്ക് ജീവിതത്തിൽ ഉണ്ടാകും. അല്ലെ, മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി പല ഹറാമുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. അത് ഒരാളുടെ ഒരു ആ അനുസരണം എന്ന് പറയുന്നത് തിന്മയാണ്. ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫി മഅസിയത്തിൽ ഖാലിഖ്. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരാൾക്കും അനുസരണയില്ല. അല്ലെ, നമ്മൾ എന്തിനാണ് മാതാപിതാക്കളെ അനുസരിക്കുന്നത്? ആത്യന്തികമായി നമ്മുടെ ഉള്ളിൽ മാതാപിതാക്കളോട് സ്നേഹമുണ്ട്, ഫിത്രത്തിന്റെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മക്കളോട് സ്നേഹമുണ്ട്, ഭാര്യമാരോട് സ്നേഹമുണ്ട്, ഫിത്രത്തിന്റെ ഭാഗമാണ്. പക്ഷേ നമ്മൾ എന്തിനാണ് അവരെയൊക്കെ അനുസരിക്കുകയും സ്നേഹിക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും അവർക്ക് നന്മ ചെയ്യുകയും ചെയ്യുന്നത്? എന്തിനാണ്? ഏറ്റവും വലുത് ഈ ഫിത്രത്ത് പ്രകടിപ്പിക്കുക എന്നുള്ളതാണോ? അല്ല. നമ്മുടെ അടിസ്ഥാനം എന്താണ്? അള്ളാഹുവിന്റെ കൽപ്പന ആയതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഫിത്രത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ആഗ്രഹം വന്നിട്ടില്ലെങ്കിലും നമ്മൾ ചെയ്യണം. ഇപ്പൊ ഭാര്യയോട് വലിയൊരു സ്നേഹം ഇല്ല, എന്നാലും ചിലവിന് കൊടുത്തേ പറ്റുള്ളൂ.
എന്നാലും നല്ല രീതിയിൽ പെരുമാറിയേ പറ്റുള്ളൂ. മക്കളോട് ഏതെങ്കിലും ഒരു മകനോട് അല്ലെങ്കിൽ ഒരു മകളോട് വലിയൊരു സ്നേഹമൊന്നും മനസ്സിൽ തോന്നുന്നില്ല. അപ്പോൾ ദീനില്ലാത്ത ഒരാൾ ചിലപ്പോൾ വിവേചനം കാണിക്കും. ഒരു മുസ്ലിമിന് പാടില്ല. അതുപോലെ തന്നെ മാതാപിതാക്കൾ ദുൽമ ചെയ്തു എന്ന് പറഞ്ഞിട്ട് മാതാപിതാക്കളെ പ്രതികാരം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു മുസ്ലിം അങ്ങനെ ചെയ്യൂല. കാരണം എന്താണ്? ആ ദുൽമ ചെയ്താൽ ചിലപ്പോൾ ഫിത്രത്തിൽ നമുക്ക് അവരോട് സ്നേഹമൊന്നും ചിലപ്പോൾ തോന്നിക്കൊള്ളണമെന്നില്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് മനസ്സിൽ നിന്നൊരു സ്നേഹം വന്നോളണമെന്നില്ല. പക്ഷെ എന്നാൽ നമ്മൾ അവരോട് അനുസരണയും സ്നേഹവും പരിഗണനയും ഒക്കെ കാണിച്ചേ പറ്റും. എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ കൽപ്പനയാണ് അതിന്റെ അടിസ്ഥാന കാരണം. അപ്പോൾ ഒരാൾ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരായിട്ടാണ് ഇവരെ അനുസരിക്കുന്നതെങ്കിലോ അതിന്റെ അർത്ഥം ഇവൻ മാതാപിതാക്കളോട് കാണിക്കുന്ന ബിർറും എഹ്സാനും ഒന്നും എന്തല്ല, അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളതല്ല. ആയിരുന്നെങ്കിൽ അവരെ അനുസരിക്കുമായിരുന്നില്ല മാസിയത്തുകളുടെ കാര്യത്തിൽ. അങ്ങനെ അനുസരിച്ചാൽ അതൊരാളുടെ ദീനിലുള്ള കുറവാണ്, തൗഹീദിലുള്ള കുറവാണ്. കാരണം അള്ളാഹുവിനോടുള്ള ഹുബ്ബ് അതിനേക്കാളും മറ്റൊരാളുടെ ഹുബ്ബ് കാണിച്ചു. ഇത് ശിർക്കുൻ അസ്ഗറാണ്. അതുകൊണ്ടാണ് ഇബ്നു തൈമിയ്യൊക്കെ പറയുന്ന എല്ലാ മാസിയത്തുകളും ശിർക്കുൻ അസ്ഗറാണ് ഒരു നിലക്ക്. കാരണം നമ്മൾ അള്ളാഹുവിനെ ധിക്കരിച്ച് മറ്റൊരാൾ അനുസരിക്കുകയാണ്. അപ്പോൾ മഹബ്ബത്ത് എന്നുള്ള ഇബാദത്തിൽ നമ്മൾ പങ്കു ചേർക്കുകയാണ് ചെറിയ രീതിയിൽ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. അതാണ് ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠം.